എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ധന്യമേ ജീവിതത്തിൽ നിന്ന് ചിന്തിക്കുക. ഒരു ഗൃഹനാഥൻ ഒരു മരണ വീട്ടിൽ നിന്ന് വരികയാണ്. മരണ വീട്ടിലുള്ളത് ആകെ 3 ആള്. ആ 3 ആളിൽ അയാളുടെ ബന്ധു ഇതിൽ പെടുമോ എനിക്കറിയില്ല. 3 ആളേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഒരു 5 വീട് അപ്പുറത്തുള്ള ഒരാള് ഇയാൾ മടങ്ങി വരുമ്പോ വഴി വെച്ച് കണ്ടു. എവിടുന്നാ വരുന്നത്? ഇന്ന ആളുടെ വീട്ടിൽ നിന്നാണ്. ആള് മരിച്ചു. അതാരാ ആള് ചോദിക്കുക. ഈ ചോദിച്ച ആളുടെ കുറ്റമല്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവില്ല. ഒരാളുടെ അയാൾ കുറെ കാലമായി അധികം പുറത്തേക്ക് ഇറങ്ങാറില്ല. മനസ്സിലാവണ്ടേ? ഇങ്ങനെ ജീവിതത്തിൽ യാതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളില്ലേ? ആ വ്യക്തി മരിക്കുമ്പോ അയൽവാസി പോലും അറിയുന്നില്ല ഇങ്ങനെ ഒരാൾ മരിച്ച വിവരം. ഇതെന്താണ് സംഭവിക്കാൻ കാരണം? അവഗണിക്കപ്പെടുമ്പോ പലവരും പറയും, ഒരു നായയ്ക്ക് കൊടുക്കുന്ന വില പോലും അയാൾ എനിക്ക് തന്നില്ല. ഈ വരി നമ്മൾ കേൾക്കാറില്ലേ? ഒരു നായയ്ക്ക് കൊടുക്കുന്ന വില പോലും തന്നില്ല. ആ പ്രയോഗം എങ്ങനെയാണ് വന്നതെന്നറിയും. ഞാൻ താമസിക്കുന്ന വീടിന്റെ ചുറ്റും അലഞ്ഞു കിടക്കുന്ന നായകളുണ്ട്. വേറെ ആളോട് പറയുമ്പോ ആ കൂട്ടത്തിലൊരു നായ. നായകൾക്ക് ഒരു ഐഡന്റിറ്റി നമ്മൾ കൊടുക്കുന്നില്ല. 5 നായ ഉണ്ടെങ്കിൽ 5 പേരോ ഒന്നുമില്ല. ഒരു ഐഡന്റിറ്റി നായക്കില്ല. ഒരു നായ. ഇന്ന നായയാണ് കടിച്ചത്. ഏത് നായ? ഒരു നായ. കൂട്ടത്തിൽ ഒരു നായ കടിച്ചു. നായ പിടുത്തക്കാരുള്ള കാലത്ത് അടുത്ത 2 കൊണ്ടുപോയി. എല്ലാ നായകളുടെ സ്വഭാവം ഒരേമാതിരി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിമുദ്ര ഒരു നായക്ക് ഇല്ല. എടുത്തു പറയാനായിട്ട് ഒന്നുമില്ലാത്തൊരു ജീവിതത്തെ പറ്റി ആലോചിക്കും. ആളുകളെ അവഗണിക്കണമെന്ന് പറയാൻ പറ്റും. 4 വീട് അപ്പുറത്ത് താമസിക്കുന്ന ആളോട് എത്ര വിസ്തരിച്ചിട്ടും മനസ്സിലാവാതിരിക്കാനുള്ള കാരണം വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടാവാം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 90 കഴിഞ്ഞ ഒരു വൃദ്ധൻ മരിച്ചു. അപ്പൊ പുരോഹിതൻ വന്നു. ഈ വ്യക്തിയെ പറ്റി ചോദിച്ചപ്പോ ഭാര്യയോട് ചോദിച്ചു, എടുത്തു പറയാൻ മാത്രം എന്ത് ഗുണമാണ് അദ്ദേഹത്തിനുള്ളത്? ചോദിച്ചു. ചിലപ്പോ പുരോഹിതന് വേറെ വേദിയിൽ സംസാരിക്കാനോ അനുശോചനം പറയാനോ ആയിരിക്കും. എടുത്തു പറയാൻ മാത്രം ഒരു ഗുണം അദ്ദേഹത്തിനുള്ളത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഭാര്യ പറഞ്ഞു, അങ്ങനെ ഒന്നും പറയാനില്ല. മകനോട് ചോദിച്ചു. അച്ഛനല്ലേ മരിച്ചത്? മകന് വലിയ ദുഃഖമൊന്നുമില്ല. എടുത്തു പറയാൻ മാത്രം അച്ഛനുള്ള ഗുണം എന്തായിരുന്നു? എന്തായാലും മതി. ഒരു ഗുണം എടുത്തു പറയാൻ വേണ്ടേ? മകളോട് ചോദിച്ചു. മകളും ഇതുപോലെ പറഞ്ഞു, എന്തോ ആലോചിച്ച് എനിക്കൊന്നും കിട്ടുന്നില്ല. ഇതിപ്പോ പറഞ്ഞവരുടെ കഥയല്ല, ഈ ജീവിച്ചിരിക്കുന്നവരൊക്കെ കാര്യമാണ്. ചെരുപ്പ് തുന്നലാണ് പണി. ഇപ്പൊ ചെരുപ്പുത്തി അധികം ഇല്ല. ആണൊക്കെ ചെരുപ്പ് തുന്നി കൊടുക്കുന്നത് ചെരുപ്പുത്തിയാണ്. വഴിയിൽ നിന്ന് കുട നേരെയാക്കുന്ന ആളാണ്.
എടുത്തു പറയാൻ മാത്രം ഒരു ഗുണം തിരുപ്പുത്തി കാണിക്കണം, കുട നേരെയാക്കുന്നവൻ കാണിക്കണം, ആരും കാണിക്കണം, പ്രതിയും കാണിക്കണം, ജഡ്ജിയും കാണിക്കണം. ഒരു ഗുണം അത് വേണ്ടേ? കുട നേരെയാക്കി കൊടുത്തു, എത്ര റുപ്യ? 15 റുപ്യ. കുട നേരെയാക്കി വാങ്ങിയ ആളുകളെ നോക്കി. അപ്പൊ അതിന്റെ ആ ചുറ്റിന്റെ ഭാഗത്ത് എന്തോ ഒരു അതൃപ്തി. കുട നേരെയാക്കുന്ന ആള് ആ കുട അങ്ങോട്ട് തരുമെന്ന് പറഞ്ഞു, ഇവിടെ വാങ്ങി. എന്നിട്ട് ഒരിടത്ത് വെച്ചിട്ട് ചെറിയ ചുറ്റിയെ കൊണ്ട് എന്തോ അവിടെ അവിടെയൊക്കെ മേടി പുഞ്ചിരിച്ചുകൊണ്ട് കൊടുത്തു. അയാൾക്ക് ഇഷ്ടായി, 15 റുപ്യ മുതലായി. ആ കുട നേരെയാക്കിയ വ്യക്തിയുടെ ഒരു ഗുണമാണത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണവും ഏതെങ്കിലും ഒന്ന് വ്യക്തമാക്കണ്ടേ? ഒരു ഗുണം. അയൽവാസിയെ കണ്ടപ്പോ ഒരു കുശലം ചോദിച്ചു. കുശലം ചോദിക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒന്ന് പുഞ്ചിരിച്ചു, വേണ്ടേ? പുഞ്ചിരിക്കാനും എന്നെ കിട്ടില്ല. നിങ്ങൾ ആദ്യം ഒരു വ്യക്തിയാവണ്ടേ? 100 നായകൾ എന്നാണ് നമ്മൾ പറയാ. 100നും ദൈവ ഐഡന്റിറ്റി കൊടുത്തിട്ടുണ്ട്. 100 നായക്ക് 100 ആടിനും ദൈവം കൊടുത്തിട്ടുണ്ട്. എല്ലാ ആടും ഒരേ മാതിരിയല്ല. അതൊക്കെ ശരി. നമ്മൾ കൊടുക്കണമെങ്കിൽ ആ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, കാഴ്ചപ്പാടിനെ കുറിച്ച് വ്യക്തം ആക്കണം. ഇന്നത് വേണമെന്നല്ല. ഒരു വ്യക്തി ആലോചിക്കാവുന്ന കാര്യമാണ്, ഭൂമുഖത്ത് എല്ലാ സൽഗുണവും ചേർന്ന് ഒരാൾക്ക് കിട്ടില്ല. എല്ലാ സൽഗുണം. ഏറ്റവും അധികം വേദിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ചെണ്ടപ്പുറത്ത് കോലി വെച്ചോടത്തിയിൽ വരെ അയാളെ വിളിക്കും ഉദ്ഘാടനത്തിനായിട്ട്. അപ്പൊ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പ്രസംഗം അത്ര കേമൊന്നല്ല. ഒരിടത്ത് പറഞ്ഞ തന്നെയാണ് വേറെ സ്ഥലത്തും പറയുക. അതെ, പിന്നെന്താ വിളിക്കാൻ കാരണം? പറഞ്ഞാൽ കൃത്യനിഷ്ഠ ഉണ്ട്. 10 മണിക്ക് വാഹനമായിട്ട് വരും എന്ന് പറഞ്ഞാൽ 10 മണിക്ക് അയാൾ ഷർട്ടും ധരിച്ച് ഗേറ്റിന്റെ അവിടെ ഉണ്ടാവും. അതൊരു ഗുണമല്ലേ? ആ മാഷ് പഠിപ്പിക്കാൻ കുറച്ച് മോശമാണ് ശരി, കുട്ടികളോട് നന്നായി പെരുമാറും, കുട്ടികൾക്ക് ഇഷ്ടമാണ്, എടുത്തു പറയാൻ പറ്റുന്ന ഒരു മേന്മയാണ്. ഇത് ഹോട്ടൽ നടത്തിക്കുന്നവർക്കും മുടി വെട്ടുന്നവർ വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ്. നല്ല പെരുമാറ്റമുള്ള, ഭംഗിയായിട്ട് പെരുമാറുന്ന ഒരു സിനിമാ നടൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് പരിചയപ്പെട്ടപ്പോഴേ, സംസാരിച്ചപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും എല്ലാ പടത്തിലും അദ്ദേഹം ഉണ്ടാവാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. അതാണ് ബിഹേവിയർ. ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകാമെങ്കിലും മറ്റൊരാൾ പറയുമ്പോൾ എടുത്തു പറയാൻ മാത്രം ഒരു ഗുണം നമ്മൾ കരുതി വെക്കണം. ഇത് കുട്ടികളോട് പറയുകയാണ്. നിങ്ങൾ കുട്ടികളാണ്, ഒക്കെ ശരി. കുട്ടികളാണെങ്കിലും വികൃതി കാണിച്ചാലും ഒരു ഗുണം ഉണ്ടാവണം. പറഞ്ഞ വാക്ക് പാലിക്കണം, കൃത്യനിഷ്ഠ ഉണ്ടാവുക, വല്ലാതെ മുൻകോപം ഉണ്ടാകാതിരിക്കുക. 90 വയസ്സായി മരിക്കാൻ കിടക്കുന്ന ആളെക്കുറിച്ച് പുരോഹിതൻ എടുത്തു പറയാൻ മാത്രം ഗുണം എന്താണ് ഉള്ളത്? അയ്യോ, എടുത്തു പറയാൻ മാത്രം ഗുണത്താൽ
ഇന്നോടത്തിയിട്ട് വലിയ സ്ഥാനം, അതൊന്നും ഇപ്പൊ ആർക്കും കേൾക്കണ്ട. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ വലിയ സ്ഥാനത്തായിരുന്നു ഇരുന്നത്. അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ AC റൂമില് കൊമ്പം വീശിയും വെച്ച് എല്ലാവരെയും വിറപ്പിച്ച ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ റിട്ടയർ ചെയ്തല്ലോ. അങ്ങനെ എല്ലാവരും വിറപ്പിച്ച ഉദ്യോഗസ്ഥനും മോശമൊന്നുമല്ല. കീഴുദ്യോഗസ്ഥന്മാർ പറയണം ഇന്നൊരു ഗുണം ഉണ്ടാവും. ആ ഫിസിക്കൽ ഫയല് മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കുന്നു. ഞാനൊരു റോഡമുണ്ട ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അത്ര മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നില്ല എന്ന് വിനയപൂർവ്വം പറയുക. പഠിക്കണ കാലത്ത് പഠിക്കാൻ മിടുക്കനായ കുട്ടിയായിരുന്നില്ല. ഇല്ലാത്ത വെറുതെ പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ പഠിക്കാൻ മിടുക്കനല്ലെങ്കിലും ചില ഗുണങ്ങൾ കാണിച്ചു. അധ്യാപകർക്ക് അത് മതി. മേലുദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഫയല് എന്റെ മേശപ്പുറത്ത് ഞാൻ പഴുക്കാൻ വെക്കില്ല. അത് എടുക്കാതെ അവിടെ വെക്കും. 6 മാസമായിട്ടുണ്ടാവും. ഫയൽ എടുത്തു നോക്കില്ല. ഫയൽ ഞാൻ ഉടനെ എടുത്തിട്ട് എൻ്റെതായുള്ള നോട്ട്സ് എഴുതിയിട്ട് ഒരു ഗുണവും ചെയ്യും. നോട്ട്സ് കടലാസിന്റെ പകുതിയിലുണ്ടാവുള്ളൂ. ഇപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും. അത് കിട്ടിയ വ്യക്തിക്ക് ആദ്യമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. എഴുതിയ നോട്ട്സിന്റെ അഭിപ്രായം ആയിരിക്കില്ല മേലുദ്യോഗസ്ഥന്. പക്ഷെ വെട്ടി എഴുതാൻ ഇഷ്ടംപോലെ സ്ഥലവും ഇത് ഫയല് വേഗുകയും ചെയ്തിട്ടില്ല. ഈ ഒരു ഗുണം ഉണ്ടായതുകൊണ്ട് വളരെ കാലം പിടിച്ചു. മേലുദ്യോഗസ്ഥൻ പറയും അയാൾ ഫയല് വേഗിക്കുകയില്ല, ഉള്ളത് മേശപ്പുറത്ത് കൊടുന്നിട്ടും. വേറെ പലവരും ഇത് എടുക്കില്ല. അവര് 2 കൊല്ലം ആളെ എടുക്കും അവരുടെ മേശപ്പുറത്ത്. ഇന്ന ഗുണമുണ്ടായി. ഓരോ ജോലി ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. നമ്മൾ മേലുദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കണം, കീഴുദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കണം, കുട്ടികളും ശ്രദ്ധിക്കണം, ഗൃഹനാഥനും ശ്രദ്ധിക്കണം. എടുത്തു പറയാവുന്ന ഒരു ഗുണം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഗുണം അങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലതല്ലേ എന്ന് ഞാൻ ഈ ഫയലിൽ എഴുതുമല്ലോ, സബ്മിറ്റഡ്, സമർപ്പിക്കുന്നു. നിങ്ങൾ നിശ്ചയിച്ചോളൂ. സബ്മിറ്റഡ് എന്നാണ് ആ വാക്ക്. ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തു. നമസ്കാരം.